അസ്സലാമു അലൈക്കും. നിങ്ങളെ പാഠപുസ്തകത്തിനകത്ത് 4-ാമത്തെ പാഠമാണ് രാസപ്രതിപ്രവർത്തനങ്ങളും സമവാക്യങ്ങളും. നമുക്ക് ഈ ഒരു ടേമിലെ പരീക്ഷയ്ക്ക് 3 പാഠങ്ങളാണ്. അതിനകത്ത് 3-ാമത്തെ പാഠമാണിത്. അപ്പം കുറച്ച് സ്പീഡായിട്ട് പോകേണ്ടതുണ്ട്. ഞാനിതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നോക്കുക, എന്താണ് രാസപ്രതിപ്രവർത്തനം എന്ന് നോക്കാം. നമുക്കറിയാം, ചില വസ്തുക്കൾ കൂടിച്ചേർന്ന് വേറെ വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. ചുരുക്കത്തിൽ ഏറ്റവും ചുരുക്കത്തിലുള്ള രാസപ്രതിപ്രവർത്തനത്തിൻ്റെ വിശദീകരണം അത് തന്നെയാണ്. രണ്ടോ അതിലധികമോ വസ്തുക്കൾ ചേർന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഒരു രാസപ്രതിപ്രവർത്തനം എന്ന് പറയാം. രാസപദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന് മറ്റു പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എ എന്നും അതുപോലെ ബി എന്നും 2 രാസപദാർത്ഥങ്ങളുണ്ടെന്ന് കരുതുക. അവർ കൂടിച്ചേർന്നിട്ട് സി എന്നും ഡി എന്നും അങ്ങനെ 2 മറ്റു രാസപദാർത്ഥങ്ങൾ ഉണ്ടായി എന്ന് കരുതുക. അപ്പോൾ ഇതിനെ നമുക്ക് സൂചിപ്പിക്കണമെങ്കിൽ ഒരു സമവാക്യത്തിൻ്റെ സഹായം ആവശ്യമാണ്. എ എന്ന രാസവസ്തു ബി എന്ന വസ്തുവുമായി കൂടിച്ചേർന്ന് നമ്മളൊരു പ്ലസ് ഇട്ട് കാണിക്കുക. ഒരു പ്ലസ് ഇട്ടു. ഇനി എയും ബിയും കൂടിച്ചേർന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? സിയും ഡി ആണ്. സമത്തിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു ആരോ മാർക്കാണ് കൊടുക്കുക. ഓക്കെ, സിയും ഡിയും ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് നമ്മളൊരു രാസ സമവാക്യം എഴുതുക. ഇതിൽ എയും ബിയും കൂടിച്ചേരുന്ന രാസവസ്തുക്കളാണ്. അതിനെ നമ്മൾ അഭികാരങ്ങൾ എന്ന് പറയും. എന്താ പറയുക? അഭികാരങ്ങൾ കൂടിച്ചേർന്ന് 2 ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക. 2 എണ്ണം ആയിക്കോണമെന്നില്ല, 2 ചിലപ്പോൾ 1 ആവാം, അല്ലേ? അപ്പോൾ എയും ബിയും കൂടി ചേർന്ന് സിയും ഡിയും ഉണ്ടാകുന്നു. ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഉദാഹരണത്തിന് മറ്റു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം മഗ്നീഷ്യവും അതുപോലെ ഓക്സിജനും കൂടി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവാം. ഇവിടെ മഗ്നീഷ്യം എന്ന് പറഞ്ഞ രാസവസ്തുവും ഓക്സിജൻ എന്ന് പറഞ്ഞ മറ്റൊരു രാസവസ്തുവും കൂടിയാണ്ട് എന്താ ഉണ്ടാവുന്നത്? മഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാവുന്നത്, അല്ലേ? ഈ രീതിയിൽ ഉണ്ടാവാം, അല്ലേ? O2 എന്നാണ് കാണിക്കുക. ഈ രീതിയിൽ ഉണ്ടായേക്കാം. അതുപോലെ H2 + O2 gives H2O. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ജലം ഉണ്ടാവുന്നു, അല്ലേ? ഈ രീതിയിലും എന്ത് ചെയ്യാം? സമവാക്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. അപ്പം കൂടിച്ചേരുന്ന രാസപദാർത്ഥങ്ങൾ നമ്മൾ അഭികാരങ്ങൾ എന്ന് പറയുന്നു. അതിനുശേഷം കൂടിച്ചേർന്നവരുണ്ടാകുന്ന ഉൽപ്പന്നത്തെ നമ്മൾ ഉൽപ്പന്നം എന്നും പറയുന്നു. വ്യക്തമാണല്ലോ? ഇനി ഇതിനകത്ത് നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള സംവിധാനമാണ് സന്തുലിത സമവാക്യങ്ങൾ. നമുക്കറിയാം, മാസ് സംരക്ഷണ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലേ? മാസ് സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ എയും അതുപോലെ ബിയും കൂടി ചേർന്ന് സി എന്ന് പറഞ്ഞൊരു പദാർത്ഥം ഉണ്ടായി എന്ന് കരുതുക. ഉദാഹരണത്തിന് ഇവിടെ എയുടെ മാസ് 2 ഗ്രാമാണ്, ബിയുടെ മാസ് 4 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ മാസ് 6 ഗ്രാം ആയിരിക്കണം. ഇതിനെയാണ് മാസ് സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏറ്റവും ചുരുക്കത്തിൽ പദാർത്ഥം നമുക്ക് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഓക്കെ, മാസ് സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ പദാർത്ഥം നമുക്ക് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ എ 2 ഗ്രാം ഉണ്ട്, ബി 4 ഗ്രാം ഉണ്ട്. അവർ രണ്ടും കൂടി ചേർന്നതിൽ 2ഉം 4ഉം 6 ഗ്രാമാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം 6 ഗ്രാം തന്നെ വേണം. ഓക്കെ, അത് നിർബന്ധമാണ്. അല്ലാതെ നമുക്ക് ഭാരത്തെ, മാസിനെ, പിണ്ഡത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അതാണ് സന്തുലിത സമവാക്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു രാസപ്രവർത്തനത്തിലെ ഉൽപ്പന്നത്തിലെ മാസും അതുപോലെ അഭികാരങ്ങളുടെ മാസും എപ്പോഴും തുല്യമായിരിക്കണം. എയും ബിയും അഭികാരങ്ങളാണ്, സി ഉൽപ്പന്നമാണ്. അപ്പോൾ അഭികാരത്തിൻ്റെ മൊത്തം മാസ് കൂട്ടിയാൽ ഉൽപ്പന്നങ്ങളുടെ മൊത്തം മാസ് കിട്ടിയിരിക്കണം. അത്തരത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ മാസമായിക്കൊണ്ട് കാണിക്കുന്ന സമവാക്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? സന്തുലിത സമവാക്യം എന്ന് പറയാം. ഇനി നമുക്ക് ആ സന്തുലിത സമവാക്യത്തിന് ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചു. മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്നുകൊണ്ട് എന്തുണ്ടാകുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു, അല്ലേ? ഇവിടെ അകലൊന്നും വേണ്ട, അടുപ്പിച്ച് ചെയ്താൽ കേട്ടോ.
Mg+O2 gives 2MgO. ഇനി നമ്മൾ ഇപ്പുറത്തും അപ്പുറത്തും ആളുകളുടെ എണ്ണം ഒന്ന് നോക്കുക. ഇവിടെ Mg മാത്രമാണ് കാണുന്നത്. അതിനർത്ഥം ഇവിടെ ഒരു മാഗ്നീഷ്യമാണ്. ഈ ഭാഗത്ത് ഒരു Mg ഉണ്ട്, അതുകൊണ്ട് ഇത് ഒരു മാഗ്നീഷ്യമാണ്. ഇനി ഇവിടെ നോക്കുക, അഭികാരങ്ങൾ നോക്കുക. ഇവിടെ O2 ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഇവിടെ O മാത്രമാണ്, അതിനർത്ഥം ഒരു ഓക്സിജനാണ്. അതുകൊണ്ട് ഇവിടെ മാഗ്നീഷ്യത്തിൻ്റെ എണ്ണം 1, ഇവിടെ മാഗ്നീഷ്യത്തിൻ്റെ എണ്ണം 1, ഇവിടെ ഓക്സിജൻ്റെ എണ്ണം 2, ഇവിടെ 1 ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓക്സിജൻ സന്തുലിതമല്ല. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ സമവാക്യം അസന്തുലിതമാണ്, അല്ലേ? ഇപ്പുറത്തും അപ്പുറത്തും എണ്ണം തുല്യമല്ല, അത് തുല്യമാക്കണം. അപ്പോൾ നമുക്ക് സമവാക്യങ്ങളെ എപ്പോഴും സന്തുലീകരിക്കാനായിട്ട് ചോദ്യം വരും. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇനി ഇതിനെ സന്തുലീകരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്ത് കുറച്ച് നമ്പറുകൾ ഇട്ട് കൊടുക്കും, അല്ലേ? ഇതിൻ്റെ എണ്ണം തുല്യമാക്കാൻ വേണ്ടിയിട്ട് നമ്പറുകൾ ഇട്ട് കൊടുക്കും. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്പറുകൾ നമ്മൾ ഒരിക്കലും താഴെ ഇട്ട് കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ Mg2, അല്ലെ? ഇപ്പോൾ ഇത് തുല്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ O2 ഇട്ട് കൊടുക്കാൻ ഒരിക്കലും പാടില്ല, അല്ലേ? അതുപോലെ ഈ ഭാഗത്ത് നമ്മൾ ഒരിക്കലും നമ്പറുകൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഇതിൻ്റെ ഇവിടെ ഇടാം, ഇവിടെ ഇടാം. ആ രീതിയിൽ ഇതിൻ്റെ ഇടത്ത് ഭാഗത്ത് മാത്രമേ നമ്പർ ഇടാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തതിൽ A+B gives C എന്നുണ്ടല്ലോ. അതിൽ ഇവിടെ എൻ്റെ അപ്പുറത്ത് ഇടാം, ബീൻ്റെ അപ്പുറത്ത് ഇടാം, സീൻ്റെ അപ്പുറത്ത് ഇടാം. അല്ലാതെ ഇവിടെ താഴെ 1 അല്ലെങ്കിൽ ഇവിടെ 2, 3 ആ രീതിയിൽ നമ്മൾ ഒരിക്കലും നമ്പർ ഇടാൻ പാടില്ല. അത് ഒന്നാമത്തെ നിയമം. ഇനി നമ്മൾ ഇതിനൊന്ന് സന്തുലീകരിക്കാൻ നോക്കുകയാണ്. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? മാഗ്നീഷ്യം ഓക്കെയാണ്, പക്ഷേ ഓക്സിജൻ അവിടെ 2 ഉണ്ട്, അവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് MgO എന്നാണല്ലോ. ഇത് സന്തുലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. ഇപ്പം എന്തായി? ഇവിടെ ഈ 2 പൊതുവാണ് എന്ന് പറഞ്ഞാൽ 2 മാഗ്നീഷ്യം ഉണ്ട്, 2 ഓക്സിജനും ഉണ്ട്, അല്ലേ? ഇവിടെ 2 മാഗ്നീഷ്യവും 2 ഓക്സിജനും ഉണ്ട്, കാരണം 2 പൊതുവാണ്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു മാഗ്നീഷ്യമായി. ഇപ്പം നമ്മൾ ഓക്സിജൻ്റെ കണക്ക് നോക്കുക. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഈ ഭാഗത്ത് 2 ഓക്സിജൻ, ഈ ഭാഗത്തോ 2 ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഓക്കെ ആയി. എന്നാൽ ഈ 2 ഇട്ടോടുകൂടി ഇവിടെ മാഗ്നീഷ്യം 2 ഇവിടെ 1 ഉള്ളൂ. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എന്തായി? 2 മാഗ്നീഷ്യം പ്ലസ് O2 ഗീവ്സ് 2 MgO. ഇനി ഒന്ന് നോക്കി നോക്കുക. ഇവിടെ എത്ര മാഗ്നീഷ്യം ഉണ്ട്? 2. ഇവിടെ എത്ര മാഗ്നീഷ്യം ഉണ്ട്? 2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇപ്പോൾ ഇത് സന്തുലിതമായി. ഈ രീതിയിലാണ് നമ്മളൊരു സമവാക്യത്തെ സന്തുലീകരിക്കുക. ഇനി അതിന് വീണ്ടും ഒരു ഉദാഹരണം ഞാൻ എഴുതുകയാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇരുമ്പ് Fe പ്ലസ് H2O gives Fe3O4 plus H2. ഓക്കെ, ഇരുമ്പും ജലവും ചേർന്ന് അയൺ ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ഇതിനെ തുരുമ്പെടുക്കുക എന്ന് പറയാം. ഇരുമ്പും ജലവും കൂടി ചേർന്നാൽ തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് എന്ന് പറയുന്നത് അയൺ ഓക്സൈഡാണ്. Fe എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്, അയൺ. ഓക്കെ, അയൺ പ്ലസ് H2O gives അയൺ ഓക്സൈഡ് Fe3O4 plus H2. ഈ സമവാക്യം ഇനി സന്തുലിതമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യത്തെ ആൾ അയൺ ഇരുമ്പ് നോക്കാം. ഈ ഇരുമ്പ് എത്ര ഉണ്ട്? 1. ഇവിടെ ഇരുമ്പ് എത്ര ഉണ്ട്? 3. Fe3 ആണ്, 3. അപ്പോൾ ഇവിടെ 1 ഇവിടെ 3. ഇരുമ്പ് സന്തുലിതമല്ല. അടുത്ത് വരുന്നത് H2 ആണ്. H2 പറഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്? H2 2, ഹൈഡ്രജൻ 2, അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു H2. അപ്പോൾ ഹൈഡ്രജൻ ഓക്കെയാണ്. ഇനി ഇവിടെ കാണുന്ന ഓക്സിജൻ, H2O അല്ലേ, ഓക്സിജൻ. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെയോ O4, 4 ഓക്സിജൻ. അപ്പോൾ അതെന്താണ്? തെറ്റാണ്, അല്ലേ? ഇനി നമ്മളെ ഉദ്ദേശം എന്താണ്? ഇതിനെ സന്തുലീകരിക്കണം, ഈ സമവാക്യത്തെ സന്തുലീകരിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏതാണ് ഏറ്റവും കൂടുതലുള്ളത് നോക്കുക. സമവാക്യത്തിൻ്റെ അഭികാരങ്ങളും അതുപോലെ ഉൽപ്പന്നങ്ങളും നോക്കുക. ഏതിനാണ് കൂടുതൽ എണ്ണമുള്ളത് നോക്കുക. കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് സിമ്പിളായിട്ട് ഓക്സിജനാണ് കൂടുതൽ, കാരണം ഇത് 4 ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇരുമ്പ് Fe ആണ് കൂടുതൽ, 3 ഉണ്ട്. പിന്നെ H2, പിന്നെ പിന്നെ ഓക്സിജൻ, അല്ലേ? ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, ഏറ്റവും കൂടുതലുള്ള ആളെ ആദ്യം എന്ത് ചെയ്യണം? സന്തുലീകരിക്കണം. അതിന് വേണ്ടിയിട്ട്
ഇവിടെ എന്തുണ്ട്, O4 ഉണ്ട്. ഇവിടെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 ഇടാൻ പറ്റില്ല, ഇവിടെ ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് Fe അതുപോലെ എഴുതുക, പ്ലസ് ഇവിടെ എന്ത് ചെയ്യുക, 4H2O എന്ന് എഴുതുക അല്ലേ. 4H2O ഗീവ്സ് Fe3O4 പ്ലസ് H2 എന്ന് എഴുതി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം. ഓക്കെ, അപ്പം എന്തായി, 4 ഓക്സിജൻ 4 ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഓക്കെ ആയി അല്ലേ, ഓക്സിജൻ ഓക്കെ ആയി. ഓക്സിജൻ ഓക്കെ ആയപ്പം ഇവിടെ മറ്റൊരു പ്രശ്നം പറ്റി. ഇവിടെ 4x H2 ആണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇപ്പോൾ മൊത്തം എത്ര എണ്ണമായി, 4x2 8 എണ്ണമായി അല്ലേ. ഹൈഡ്രജൻ 4x2 8 എണ്ണമായി അല്ലേ. അത് 8 എണ്ണാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തും ഹൈഡ്രജൻ 8 എണ്ണമാക്കണം അല്ലേ. നമ്മൾ ആദ്യം 4 എണ്ണമായ ഓക്സിജനാണ് കൂടുതൽ. ആ ഓക്സിജൻ ആദ്യം ശരിയാക്കി. ഓക്സിജൻ ശരിയാക്കിയപ്പോൾ ഹൈഡ്രജനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. കാരണം ഇവിടെ എത്ര ഉണ്ട്, 4x2 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 3 ഇരുമ്പ് 4 ഓക്സിജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, 4x2 8 ഹൈഡ്രജനാണ് കൂടുതൽ. ഇനി നമ്മൾ ആരെയും ശരിയാക്കാനുള്ളത്, ഹൈഡ്രജന്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് 4x2 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ 2 ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 നമുക്ക് എന്താക്കണം, 8 ആക്കണം. അതിനെന്താ ചെയ്യുക, താഴെ ഇട്ട് കൊടുക്കാൻ പാടില്ല, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ഘട്ടം എന്താണ്, Fe പ്ലസ് 4H2O ഗീവ്സ് Fe3O4 പ്ലസ് 4H2 എന്ന് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. ഇനി ഹൈഡ്രജൻ്റെ എണ്ണം നോക്കൂ, 4x2 8 ഹൈഡ്രജൻ, 4x2 8 ഹൈഡ്രജൻ. ഇപ്പം എന്തായി, ഹൈഡ്രജൻ ഓക്കെ ആയി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ആളെ നോക്കണം അല്ലേ. ഇനി ഏതാണ് പ്രശ്നക്കാരൻ എന്നുള്ളത് നോക്കണം അല്ലേ. ഇവിടെ Fe നോക്കുക, ഇവിടെ 1 ആണ്, ഇവിടെ Fe 3 ആണ് അല്ലേ. അപ്പോൾ അത് സന്തുലീകരിച്ചിട്ടില്ല. ഹൈഡ്രജൻ നോക്കുക 4x2 8, ഇവിടെ 4x2 8. ഓക്സിജൻ നോക്കുക 4 എണ്ണം അല്ലേ. ഇവിടെ ഓക്സിജൻ നോക്കുക 4 എണ്ണം. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും സന്തുലിതമായി. ഇനി പ്രശ്നമായി കിടക്കുന്നത് ഇരുമ്പ് മാത്രമാണ്. ഇവിടെ എത്ര അയൺ ഉണ്ട്, 1. ഇവിടെ എത്ര അയൺ ഉണ്ട്, 3. അത് ശരിയാക്കാൻ എന്ത് ചെയ്യാൻ മതി, ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇവിടെ സന്തുലിത സമവാക്യം എന്താണ്, 3Fe പ്ലസ് 4H2O ഗീവ്സ് Fe3O4 പ്ലസ് 4H2. ഇനി കണക്കൊന്ന് നോക്കൂ, 3 ഇരുമ്പ്, ഇവിടെയോ 3 ഇരുമ്പ്. ഇവിടെ 4x2 8 ഹൈഡ്രജൻ, ഇവിടെ 4x2 8 ഹൈഡ്രജൻ. ഇവിടെ ഓക്സിജൻ 4 ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ 4 എണ്ണം. അപ്പോൾ ഇത് സന്തുലിതമായി. ഈ രീതിയിലാണ് നമ്മൾ സമവാക്യങ്ങളെ സന്തുലീകരിക്കുക. വ്യക്തമാണല്ലോ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എക്സാമിന് ഏതെങ്കിലുമൊക്കെ ഒരു സമവാക്യം തരും, എന്നിട്ട് അത് സന്തുലീകരിക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, സന്തുലിത സമവാക്യം വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. സന്തുലീകരിച്ചാൽ നമുക്ക് ഒരുപാട് കണക്കുകൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആ സമവാക്യം സന്തുലീകരിക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. Fe പ്ലസ് H2O ഗീസ് Fe3O4 പ്ലസ് H2. അത് ഘട്ടം 1, ഘട്ടം 2 പറഞ്ഞിട്ട് അങ്ങനെ 5 ഘട്ടങ്ങളായിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ ഇതിൽ നോക്കുക അല്ലേ. അതിൻ്റെ ഓരോ ഘട്ടം വന്നിട്ട് സമവാക്യം നന്നായി നിരീക്ഷിച്ച് അസന്തുലിത സമവാക്യത്തിൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. അപ്പോൾ ഇത് കോളം വരച്ച ഒരു എണ്ണം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ, ഈ കോളം വരയ്ക്കലൊന്നും. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ വരച്ചോളൂ, ഞാനതല്ല പറഞ്ഞ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതുപോലെ വരച്ച് കാണിക്കണം നിർബന്ധമല്ല. ഓക്കെ, ഇനി അടുത്ത പേജ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. ഓക്കെ, ഘട്ടം 2 ഇങ്ങനെയാണ്. വ്യക്തമാണല്ലോ. ഘട്ടം 3 കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ഇങ്ങനെ വന്ന് ഘട്ടം 4, ഘട്ടം 5 അല്ലേ. ഈ രീതിയിൽ 5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് രാസപ്രവർത്തനങ്ങളിലെ വകഭേദങ്ങളാണ്. ഏതൊക്കെ തരം രാസപ്രവർത്തനങ്ങളുണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നോക്കുക, രാസപ്രവർത്തനങ്ങൾ നമുക്ക് ഈ രീതിയിൽ 4 എണ്ണമായിട്ട് തിരിക്കാം. ഒന്ന് സങ്കലന പ്രവർത്തനങ്ങൾ, കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയും.
2 വിഘടന പ്രവർത്തനങ്ങൾ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയും. 3 ആദേശ പ്രവർത്തനങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. 4 ദ്വി ആദേശ പ്രവർത്തനങ്ങൾ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. ഇനി ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ആദ്യം പറഞ്ഞതാണ് സങ്കലന പ്രവർത്തനങ്ങൾ. സങ്കലനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നാണ് അർത്ഥം. രണ്ടോ അതിലധികമോ വസ്തുക്കൾ, അത് മൂലകങ്ങളാവാം സംയുക്തങ്ങളാവാം, തമ്മിൽ കൂടിച്ചേർന്ന് ഒരു പുതിയ വസ്തു രൂപം കൊള്ളുന്ന പ്രവർത്തനങ്ങളാണ് സങ്കലന പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് ഒരു വസ്തു കത്തുമ്പോൾ അത് ഓക്സിജനുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഗ്നീഷ്യം കത്തുന്ന റിയാക്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 2Mg + O2 gives 2MgO. മഗ്നീഷ്യവും ഓക്സിജനും കൂടിച്ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇവിടെ ആ പറഞ്ഞ പോലെ 2 വസ്തുക്കൾ സങ്കലനം ചെയ്തു, കൂടിച്ചേർന്നു, എന്നിട്ട് പുതിയൊരു വസ്തു ഉണ്ടായി. മറ്റൊരു ഉദാഹരണം കാർബണിന്റെ കത്തിക്കലാണ്. കാർബൺ + ഓക്സിജൻ ഗീവ്സ് CO2. കാർബൺ ഡൈ ഓക്സൈഡ് തരുന്നു. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് സങ്കലന പ്രവർത്തനത്തിന് മറ്റൊരു ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. ഇനി ആദ്യം ഉണ്ടായതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിഘടന പ്രവർത്തനങ്ങൾ. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വിഘടന പ്രവർത്തനങ്ങളാണ്. ഇവിടെ നോക്കുക, കാൽഷ്യം കാർബണേറ്റ് CaCO3 ഗീവ്സ് CaO + CO2. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ പദാർത്ഥം നമ്മൾ ചൂടാക്കി കഴിഞ്ഞപ്പം കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറി. ഓക്കെ, അപ്പോൾ നോക്കുക, കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ലൈം സ്റ്റോൺ എന്ന് പറയും. ഈ കുമ്മായൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടാണ്. അത് ചൂടാക്കി കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു പദാർത്ഥവും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ മറ്റൊരു പദാർത്ഥമായി മാറുന്നു. വിഘടിച്ചു, ഇത് 2 വസ്തുവായി മാറി, അല്ലേ? ഇത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വിഘടന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ? മൂന്നാമതായി നമുക്ക് പറയാനുള്ളതാണ് ആദേശ പ്രവർത്തനങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. അതിനകത്ത് നോക്കുക, ഇവിടെ നോക്കുക, ഈ ഒരു ഉദാഹരണം നോക്കുക. ഇരുമ്പും കോപ്പർ സൾഫേറ്റും കൂടി ചേർന്ന് FeSO4ഉം കോപ്പറും ഉണ്ടാകുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇരുമ്പ് ഇവിടെ ഒറ്റക്കാണ് നിൽക്കണേ. കോപ്പർ സൾഫേറ്റ് എന്താണ്? കോപ്പറും സൾഫറും ഓക്സിജനും കൂടിയാണ്ട് കോപ്പർ സൾഫേറ്റ് Cuവും SO4ഉം കണ്ട് അവിടെ നിൽക്കണേ. ശരിക്കും പറഞ്ഞാൽ Feയും പിന്നെ CuSO4 ആണ് ഇവിടെ ഉള്ളത്. ഇനി ഇത് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ Cuവിനെ മാറ്റി ആദേശം ചെയ്യുക, മാറ്റുക എന്നാണ് ആദേശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. Cuവിനെ മാറ്റി അവിടെ ഇരുമ്പ് കയറി പറ്റുന്നു എന്ന് പറഞ്ഞാൽ FeSO4 + Cu എന്നാവുന്നു. ഇതിനെയാണ് നമ്മൾ ആദേശ പ്രവർത്തനം എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടെ ഇരുമ്പ് മാത്രമാണ്, ഇവിടെ കോപ്പർ സൾഫേറ്റ് ആണ്, കോപ്പർ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇനി ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ കോപ്പറിനെ ഇരുമ്പ് ആദേശം ചെയ്യുന്നു, കോപ്പറിനെ മാറ്റി ഇരുമ്പ് അവിടെ കയറി നിൽക്കുന്നു, എന്നിട്ട് കോപ്പർ ഒറ്റക്കാവുന്നു. അപ്പോൾ FeSO4 + Cu എന്നാവുന്നു. മറ്റൊരു ഉദാഹരണം സിങ്കും കോപ്പർ സൾഫേറ്റും, അല്ലേ? അതിതുപോലെ കോപ്പറിനെ മാറ്റി സിങ്ക് കയറിക്കുന്നു, അപ്പം സിങ്ക് സൾഫേറ്റ് + കോപ്പർ ആവുന്നു. അതുപോലെ ലെഡും കോപ്പർ ക്ലോറൈഡും, അല്ലേ? Pb എന്ന് പറഞ്ഞാൽ ലെഡാണ്. ലെഡും കോപ്പർ ക്ലോറൈഡും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? ഈ കോപ്പറിനെ മാറ്റി ലെഡ് അവിടെ കയറി പറ്റുന്നു, PbCl2 ലെഡ് ക്ലോറൈഡ് + കോപ്പർ ആവുന്നു. ഇതിനെയാണ് നമ്മൾ ആദേശ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. മറ്റൊരു റിയാക്ഷനാണ് നാലാമത് ദ്വി ആദേശ പ്രവർത്തനങ്ങൾ. ഇവിടെ ഒരാളെയാണ് മാറ്റിയത്. ദ്വി ആദേശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 2 ആളെ മാറ്റിയിട്ട് വേറെ ആൾ വരും, അല്ലേ? അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, Na2SO4 + BaCl2, അല്ലേ? സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡുമാണ്, അല്ലേ? സോഡിയത്തിൻ്റെ കൂടെ സൾഫേറ്റ് ആണ്, ബേരിയത്തിൻ്റെ കൂടെ ക്ലോറൈഡാണ്. ഇവിടെ നോക്കുക, ഈ ബേരിയത്തിനെ മാറ്റിയിട്ട് അവിടെ സോഡിയം കയറി നിൽക്കും, ഈ സോഡിയത്തിനെ മാറ്റിയിട്ട് അവിടെ ബേരിയം കയറി നിൽക്കും. എന്ന് പറഞ്ഞാൽ Na2SO4 + BaCl2 ഗീവ്സ് BaSO4 + 2NaCl, അല്ലേ? ഈ രീതിയിൽ ഉണ്ടാകുന്ന റിയാക്ഷനിൽ നോക്കുക, ഇവിടെ 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതുകൊണ്ട് ദ്വയം 2 ദ്വി ആദേശ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇതാണ് 4 തരത്തിലുള്ള റിയാക്ഷൻസ്, അല്ലെ? രാസപ്രവർത്തനത്തിലെ വകഭേദങ്ങൾ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗമാണ് ഇന്നത്തേക്ക്. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറയാം. അസ്സലാമു അലൈക്കും.